കാനഡയിൽ വന്നിട്ട് ഞാൻ എന്ത് നേടി? കുറച്ചധികം സേവിങ്സ് കാണുമല്ലേ കയ്യിൽ. ഇത് ഞാനും എൻ്റെ ഫാമിലിയും മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒരു ചിരിയായിട്ടോ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഒതുങ്ങുന്ന ഒരു ഉത്തരമായിട്ടോ പറഞ്ഞ് തീർക്കാറുണ്ടെങ്കിലും സത്യത്തിൽ ഈ ചോദ്യം എന്നെ പലപ്പോഴും ഒത്തിരി ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് കേട്ടോ. ഈ വിദ്യാഭ്യാസം, ജോലി, ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം, പുതിയൊരു പാസ്പോർട്ട്, ഇതിനപ്പുറത്തായിട്ട് ഞാൻ കാനഡയിൽ നിന്ന് എന്ത് നേടി എന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കാനഡയിൽ വന്നിട്ട് എന്ത് നേടി എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വളരെ പണ്ട് എൻ്റെ എല്ലാ മേജർ ലൈഫ് ഡിസിഷൻസും ഞാൻ എടുത്തിരുന്നതെന്ന് പറയുന്നത് ആ ഡിസിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിന്റെ ബേസിസിലാണ് കേട്ടോ. കാരണം കാശാണ് കിങ് എന്നല്ലേ നമ്മളെ സൊസൈറ്റി പഠിപ്പിച്ചിട്ടുള്ളത്. അറിഞ്ഞും അറിയാതെയായിട്ട് എൻ്റെ ഡിസിഷൻസ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ക്യാഷ് തന്നെയായിരുന്നു കേട്ടോ. ക്യാഷ് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യം എന്ന് ഞാൻ ഒരിക്കലും പറയൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാഷും ഹാപ്പിനെസ്സും ആയിട്ട് ഉള്ളത് ഒരു പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വെൽത്ത് എന്ന് പറയുന്നതും ലെവൽ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നതും ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റും അല്ല. ഞാൻ എന്താ അല്ലേ ഓരോ പ്രാവശ്യം ഞാൻ വരും, ഒന്നുകിൽ ഞാൻ സയൻസ് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ മാത്സ് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസ് എടുക്കും. ഓക്കെ, ലിവിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസ്സസ് എപ്പാർട്ട്, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്ത് കോഴ്സ് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, എവിടെ ജോലി ചെയ്യണം, ഇതെല്ലാം ലൈഫിലെ മേജർ ഡിസിഷൻസ് ആണ്. ഈ മേജർ ഡിസിഷൻസ് എല്ലാം ബേസ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് വരുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത ഡിസിഷൻസ് എല്ലാം തെറ്റായി പോയോ എന്ന് ഞാൻ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അങ്ങനെ ഒരു ഫേസിൽ എനിക്ക് തോന്നിയ പുതിയൊരു ആശയമാണ് കാനഡയിൽ പോകാം എന്നുള്ളത്. പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല, വീട്ടുകാരെ എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ റിട്ടയർമെന്റ് ഫണ്ടും എടുത്ത് ഞാൻ കാനഡയിലേക്ക് പുറപ്പെട്ടു. നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യങ്ങളും ശരിയാകുന്നില്ല, കാനഡയിൽ പോയാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, മനസ്സമാധാനം വേണം, ഹാപ്പിനെസ് വേണം, എൻ്റെ പ്രായമായി വരുന്ന അപ്പനെ അമ്മേനെ നോക്കണം, ഏറ്റവും അടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കാർക്ക് അവരുടെ ആവശ്യം വരുമ്പോഴത്തേക്കും അവരെ കൈയഴിച്ച് സഹായിക്കാൻ കഴിയണം. ഇങ്ങനെ കുറച്ചധികം ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം 2 പെട്ടികളിലാക്കി പാക്ക് ചെയ്ത് 2013 ഒരു തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഡിസംബർ രാത്രി ഞാൻ ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ലാൻഡ് ചെയ്തു. അതുവരെ ഫിലിമിൽ നിന്ന് കണ്ട എക്സ്പീരിയൻസും എൻ്റെ അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന റിലേറ്റീവ്സും കസിൻസും ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാനൊരു മെൻ്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വന്നിറങ്ങിയ സമയത്ത് ആ മെൻ്റൽ പിക്ചറും റിയാലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു വാർ സോണിലായിരുന്നു എൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ പുതുമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹ്യൂമൻ ബ്രെയിനിന് ക്യൂരിയോസിറ്റി ഭയങ്കര ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു വ്യഗ്രത. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഫാൻറ്റസി വേൾഡിലേക്ക് ഷിഫ്റ്റ് ആകുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും കാരണം നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഒരു ഫാൻറ്റസി വേൾഡിൽ പോകും, ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് മൊമെൻറ്റ്. അപ്പോൾ ആ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് മൊമെൻറ്റിലായിരുന്നു ഞാൻ വന്നിറങ്ങിയതെന്ന് പറയുന്നത്. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ എന്തോ അച്ചീവ് ചെയ്ത ഒരു ഫീലായിരുന്നു എൻ്റെ മനസ്സിന് കേട്ടോ. ഒരു കൂട്ടിൽ നിന്ന് നമ്മൾ കുറേ നാൾ അടച്ചിട്ടൊരു കിളീനെ കൂടിൻ്റെ കതക് തുറന്ന് പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ആ കിളിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. കാരണം അതായിരുന്നു എൻ്റെ മാനസികാവസ്ഥ ആ സമയത്ത്. എന്ന് വെച്ചാൽ എൻ്റെ വീടെനിക്ക് ബന്ധനമായിരുന്നു എന്നല്ല, ദാറ്റ് is the very first time in my life that I was exploring the world outside of my house. ഞാൻ ഒറ്റ കുട്ടിയായിരുന്നത് കൊണ്ടായിരിക്കണം എൻ്റെ പാരൻസ് കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വന്നിറങ്ങിയ ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. കാരണം അത്രയും ഭംഗിയുള്ളൊരു രാത്രി എൻ്റെ ജീവിതം വേറെ ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഭംഗിയുണ്ടായിരുന്നു ആ രാത്രിക്കെന്ന് പറയുന്നത്. നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് രാത്രി പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ വന്ന് ടൊറന്റോയിൽ
ആ എയർപോർട്ടിൽ വന്നിറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പോയൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഭംഗിയുള്ള രാത്രിനെയാണോ ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്ന് ഞാൻ അതിശയിക്കാൻ തുടങ്ങി. രാത്രിക്ക് ഇത്രയും ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാത്രി പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ചില ഫസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ഇറ്റ്സ് എ റിയലി ഹാർട്ട് ഫെൽറ്റ് മൊമെന്റ്. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് ട്രാവൽ ചെയ്ത് വന്നു, എൻ്റെ വീട്ടുകാരെയും എനിക്ക് പരിചയമുള്ള ഒരു മുഖങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. ആ രാത്രിയുടെ നിശബ്ദതയും വിജനതയും തണുപ്പും എല്ലാം അതൊരു പുതിയ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഈ ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത് വേഗം അവസാനിച്ചു കേട്ടോ. പതിയെ പതിയെ റിയാലിറ്റി കടന്നു വരാൻ തുടങ്ങി. ആദ്യമേ കൗതുകത്തോടെയും എക്സൈറ്റ്മെന്റോടെയും കണ്ടിരുന്ന പല കാര്യങ്ങളും പതിയെ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങാൻ തുടങ്ങി. ആദ്യമേ ഞാൻ എൻജോയ് ചെയ്ത സൈലൻസും ലോൺലിനെസ്സും ഇൻഡിപെൻഡൻസും ഒക്കെ ഒരു ഭാരമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ഭയങ്കര വലിയ ഹോം സിക്നെസ്, എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതുപോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ ഒരു റഷിലാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് പോലെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റഷ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. വീട്ടിൽ നിന്ന് ഇനി ഒരു ചില്ലി പൈസ മേടിക്കത്തില്ല എന്ന് ശപഥം ചെയ്ത് പ്ലെയിൻ കയറിയ ഞാൻ 3-ാമത്തെ മാസത്തിൽ ആ ശപഥം കാറ്റിപ്പറത്തി വീട്ടിൽ ഹെൽപ്പ് ചോദിക്കാൻ തുടങ്ങി. ജീവിതം പിന്നെയും 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 ഒരു പരാജയം ആണോ ദൈവമേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു 100 കാര്യങ്ങൾ ഒരുമിച്ച് ഹെലികോപ്റ്റർ പിടിച്ച് എൻ്റെ തലയിൽ വന്നിറങ്ങാൻ തുടങ്ങി. ആകെ പെട്ട ഒരവസ്ഥ. നമ്മൾ നീന്തി നടുക്കടലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടും ഗോയില്ല, പുറകോട്ടും ഗോയില്ല. കാരണം ഇനി എന്തായാലും രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് നീങ്ങിയാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥ വരുമല്ലോ ലൈഫിൽ. ഇങ്ങനെ പല പല ടെൻഷനും വിഷമങ്ങളും നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നാട്ടിലെ പല പല റിലേഷൻഷിപ്സും അകലാൻ തുടങ്ങി. ഇവിടെയൊട്ട് പുതിയ റിലേഷൻഷിപ്സോ പുതിയ കൂട്ടുകാരെ കണ്ടെത്താനോ കഴിയാത്ത ഒരവസ്ഥയും. ഒരു 100,000 ചലഞ്ചസ് വന്ന് മുൻപിൽ നിന്നപ്പോൾ ഇതെല്ലാം നാവിഗേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എടുത്ത ഡിസിഷനാണ്, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തേ മതിയാവുള്ളൂ എന്നൊരു സിറ്റുവേഷൻ അല്ല, അതാണ് റിയാലിറ്റി. അങ്ങനെ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങി. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ആ സമയത്തൊക്കെയും നമ്മുടെ ഉള്ളിലുള്ളൊരു മോറൽ കോമ്പസ് ആണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ വേറൊരു വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ബോക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് പീപ്പിൾ ട്രൈങ് ടു കൺട്രോൾ അസ്. ഈ തിരിച്ചറിവുകൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്ത പല രാത്രികളും, ലൈഫിൽ കണ്ടുമുട്ടിയ കരുണയുള്ള കുറച്ച് വ്യക്തികളിൽ നിന്നും ലൈഫിലേക്ക് കടന്നു വന്ന് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പല സൗഹൃദങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു തിരിച്ചറിവാണ് കേട്ടോ ഇത്. ഈ തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്തരായി ഇരിക്കുന്നതിലോ വേറിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നതോ വലിയൊരു തെറ്റായ ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളുടെ ഡെഫിനിഷൻ ബോക്സിൽ ഉള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന് കരുതി നമ്മൾ തെറ്റായ ഒരു വ്യക്തിയല്ല. നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. കാരണം സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ അതുവരെ അക്വയർ ചെയ്ത അറിവുകളെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്താഗതികളും ഉണ്ടാകുന്നത്. അപ്പൊ അതൊന്നും ഒരു തെറ്റല്ല എന്ന് ഞാൻ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. പണ്ട് ഞാൻ ഒരു കാര്യവും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഫെയിലിയേഴ്സിനെ ഭയങ്കര പേടിയായിരുന്നു. നമ്മളൊരു കാര്യത്തിൽ വിജയിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽ. പക്ഷെ പതിയെ എനിക്ക് മനസ്സിലായി, നമ്മളുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആരും വെറിയിടല്ല. നമ്മളുടെ കാര്യം അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം സംസാരിക്കാനുള്ളൊരു വിഷയമായിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് വേറൊരു പുതിയ കാര്യം കിട്ടുമ്പോൾ അവർ അതിലേക്ക് പോകും. അതുകൊണ്ട് മാത്രം അങ്ങനെ കുറച്ച് ആൾക്കാരെ ചിന്തിച്ച് മാത്രം ലിമിറ്റ് ചെയ്യേണ്ടതല്ല നമ്മളുടെ ഒരു സ്വപ്നങ്ങളും. നമ്മൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് നമ്മുടെ മാത്രം ലൈഫ്. വേറെ ആരും അതിൽ വന്ന് നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. അതായത് കളിയാക്കുന്ന ആൾക്കാർ ഇപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർക്ക് കളിയാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കളിയാക്കും, പരിഹസിക്കും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു അസ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് നമുക്ക് മാത്രമാണ്. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച ഏതൊരു വ്യക്തിനെ എടുത്ത് നോക്കിയാലും ലോകം കണ്ടിട്ടുള്ളത് അവരുടെ വിജയമാണ്. അവർ ആ വിജയത്തിൽ എത്തുമ്പോഴാണ് അവരുടെ പരാജയങ്ങളും ആഘോഷിക്കപ്പെടുന്നത്, ഇല്ലേ? നമ്മൾ പലപ്പോഴും പല കോഡ്സ്
കാണുമ്പോഴും പല മോട്ടിവേഷണൽ വീഡിയോസ് കാണുമ്പോഴും എടുത്തു കാണിക്കുന്ന പേഴ്സണാലിറ്റീസ്, അവർ ആദ്യമേ ആ വിജയം കൈവരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായി മാറൂല. അതായത് അത്ര ഫെയിൽ ചെയ്തിട്ടും അവരതിൽ നിന്ന് പിന്മാറാതെ അവർക്ക് വേണ്ടുന്ന എന്തോ അതവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവരുടെ ആ അച്ചീവ്മെന്റ് അത്രയ്ക്കും ഗ്ലോറിഫൈഡ് ആകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഹ്യൂമിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. നമ്മൾ കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാകും. എൻ്റെ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വള ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും അമ്മയ്ക്ക് ആ വള ഗിഫ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കാനഡയിൽ വരുന്നതിന് മുന്നേ എനിക്ക് വേണ്ടി സാധനം മേടിക്കാനായിട്ട് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിപ്പോൾ കാനഡയിൽ പോവാണ്, എനിക്ക് പാർട്ട് ടൈം ജോബൊക്കെ കിട്ടും, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോബിൽ എത്താൻ പറ്റും, ആ ജോബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു ഫസ്റ്റ് സാലറിയിൽ നിന്ന് എനിക്ക് അമ്മയ്ക്ക് ഈ ഒരു വള മേടിച്ചു തരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ അമ്മ ചിരിച്ചു കേട്ടോ. കാരണം ഞാൻ കാനഡയിൽ പോയിട്ടില്ല, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, എനിക്ക് ഒന്നും ആയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് മീ ഡേ ഡ്രീമിങ്. പക്ഷെ എൻ്റെ ആ ഒരു ആഗ്രഹം ഒരിക്കലും നടന്നിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ വർഷത്തിൽ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പോൾ എനിക്കൊരിക്കലും ആ ഒരു ആഗ്രഹം ഒരിക്കലും ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുമാതിരി ഒരു സമ്മാനം എൻ്റെ കുഞ്ഞയ്ക്ക് കൊടുക്കണമെന്ന്. കാരണം ഞാൻ ഇവിടെ എൻ്റെ ലൈഫിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒത്തിരി അധികം വ്യക്തികളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അങ്ങനെ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലായ്പ്പോഴും സാധിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങൾക്കൊക്കെയും അതിൻ്റെതായ ഒരു സമയം എടുക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് എന്നെ ഒരുപാടധികം തളർത്തിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ മരണപ്പെട്ട സമയത്ത് എനിക്ക് ശരിക്കും ഗ്രീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയുണ്ടായിരുന്നില്ല. ആദ്യം എനിക്ക് ഭയങ്കര വിഷമം വന്നു, പിന്നെ എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര ദേഷ്യം തോന്നി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അമ്മയില്ല എന്നുള്ളൊരു ലോസ് ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഗ്രീവ് ചെയ്യാത്ത സമയത്തൊക്കെയും ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കുമായിരുന്നു എന്നുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എൻ്റെ അപ്പയുമായിട്ട് ആ സമയത്ത് കുറച്ചും കൂടെ അടുക്കാൻ തുടങ്ങി. ഞാൻ അതുവരെ അപ്പയോട് ഒത്തിരി അധികം എൻ്റെ കാര്യങ്ങൾ, അമ്മയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ അപ്പ വാസ് ഓൾവേസ് ദെയർ, ബട്ട് ഹി നോ ദാറ്റ് ഐ വാസ് വെരി ക്ലോസ് ടു മൈ മോം. ഹി സ്റ്റാർട്ടഡ് ഫില്ലിങ് ഇൻ ദാറ്റ് സ്പേസ് ഫോർ മീ. അപ്പയായിട്ടുള്ള സംസാരമാണ്, അങ്ങനത്തെ ആഴത്തിലുള്ള കോൺവെർസേഷൻ ആണ് എന്നെ പല രീതിയിലും എൻ്റെ മൈൻഡ് സെറ്റിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് കേട്ടോ. എൻ്റെ അപ്പ എന്ന് പറയുന്നത് അത്രയ്ക്കും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാളല്ല, പക്ഷേ എൻ്റെ അപ്പയ്ക്ക് ഭയങ്കര അധികം ലോകപരിചയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് വായിച്ച പല പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിനേക്കാളും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ എൻ്റെ അപ്പ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനു മുന്നേ. എൻ്റെ അപ്പ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഭയങ്കര വലിയൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് മാറി. എൻ്റെ ലൈഫിൽ ഞാൻ ആ സമയം വരെയും ഒരു നല്ല ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഡിസിഷനിലും എനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അപ്പ എന്നെ എന്തോരം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറി. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് വരാൻ തുടങ്ങി. എനിക്ക് പ്രിയപ്പെട്ട പല മുഖങ്ങളും ജീവിതത്തിൽ വെറും ഒരു ഓർമ്മ മാത്രം ആകാൻ തുടങ്ങി. ഈ ലോസസ് എല്ലാം ഞാൻ നാവിഗേറ്റ് ചെയ്തത് ഇവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല, എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ ചേഞ്ച് ആയി. കാരണം ഇതിൽ കൂടുതലായിട്ട് ഇനി ഒരാൾ ഫേസ് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ളൊരു പോയിന്റ് എത്തി എൻ്റെ ലൈഫിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തു എന്ന് പറയത്തില്ല, അതുമാതിരി ഇനി ഇതിൽ താഴായിട്ട് ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു പുതിയ ധൈര്യം വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ കൂടുതലായിട്ട് എന്നെ അറിയാനും എന്നെ സ്നേഹിക്കാനും തുടങ്ങി. വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഞാൻ എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ പല വീഡിയോയിലും പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാനും പരിചരിക്കാനും തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കിളിയുടെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, എനിക്ക് സ്വന്തമായിട്ട് 2 ചിറകുണ്ടെന്നും ആ ചിറകിൽ ഞാൻ പറക്കാൻ പരിശീലിക്കണം എന്നും എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി.
ഞാൻ പതിയെ പതിയെ പറക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വീഴുന്നു, പിന്നെയും വീഴുന്നു, പിന്നെയും എഴുന്നേറ്റു, പിന്നെയും പറന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം വീഴുന്നിട്ട് പിന്നെയും പറക്കാൻ തുടങ്ങുമ്പോൾ ചിറകിന് കുറച്ചുകൂടെ ശക്തി വന്നതുപോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മുടെ എല്ലാ വിജയ പരാജയങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനഃശക്തിയാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഡേയ്സ് വന്നപ്പോഴത്തേക്കും കരഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരിക്കും. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഒരു കാര്യത്തിലും ഒരു മാറ്റവും വന്നില്ല. എൻ്റെ കുറച്ച് ദിവസങ്ങൾ പോയെന്നല്ലാണ്ട് എൻ്റെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ളൊരു മാറ്റവും വന്നില്ല. എനിക്ക് സങ്കടമാണ്, എനിക്ക് വിഷമമാണ്. പക്ഷെ ഇനി വാട്ട് ഇസ് നെക്സ്റ്റ്, ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ലൈഫ് മാറി. ഞാൻ സഹകരിക്കുന്ന ആൾക്കാർ മാറി. എൻ്റെ ചിറകുകളിൽ ഞാൻ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ പതിയെ പതിയെ എനിക്ക് പറക്കാനുള്ള ധൈര്യം വന്നു തുടങ്ങി. പറന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറന്ന് വലിയ ഭയങ്കര ആരോ ആയി എന്നല്ല, ബട്ട് ഐ ക്യാൻ ലീഡ് മൈ ഓൺ ലൈഫ് വിത്ത് കോൺഫിഡൻസ്. അതായത് ഏതൊരു പ്രതിസന്ധി മുൻപിൽ വന്നാലും അത് ഞാൻ തന്നെ തരണം ചെയ്യണം ഉള്ളൊരു സെൽഫ് റിലയൻസ്. അതായത് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ലൈഫിൽ ഉള്ളത് തന്നെയാണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തു. എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ സഹകരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി. ആ വിരലിൽ എണ്ണാവുന്ന മുഖങ്ങളെന്ന് പറയുന്നത് അതെൻ്റെ ലൈഫ് ലോങ് നിൽക്കുന്ന ആൾക്കാരും ആണെന്ന് എനിക്ക് മനസ്സിലായി. ഏതോ ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ശബ്ദം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ എന്ന് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നോ അന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങും. അങ്ങനെ ഞാൻ പതിയെ തിരിച്ചറിഞ്ഞു, ജീവിതത്തിൽ കാശെന്ന് പറയുന്നതല്ല ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ളൊരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യണം നമ്മുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ് എടുക്കുമ്പോൾ. കാരണം നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രം ആലോചിച്ച് പല ഡിസിഷൻസും എടുക്കുമ്പോൾ അവിടെ നമ്മൾ പല കോംപ്രമൈസസും ചെയ്യേണ്ടി വരും. നമ്മൾ ഹാപ്പി ആയിരിക്കും എന്ന് ഒരിക്കലും നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബട്ട് അത് നമ്മളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും താല്പര്യങ്ങളും മനസ്സിലാക്കി വേണം നമ്മുടെ ലൈഫ് ഡിസിഷൻസ് എല്ലാം തന്നെ എടുക്കേണ്ടത്. ആ തിരിച്ചറിവ് എനിക്ക് സമ്മാനിച്ചത് കാനഡയാണ് കേട്ടോ. അപ്പോൾ കാനഡയിൽ വന്ന് ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ തിരികെ നേടി എന്നായിരിക്കും എൻ്റെ ഉത്തരം. എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇനിയും സന്ധിക്കും വരയ്ക്കും വണക്കം, ബൈ ബൈ, ടേക്ക് കെയർ, ആൻഡ് അണ്ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ബൈ.